മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കോട്ട് ഫെസ്റ്റ് 2026 19-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് 12-ൽ പരം ഗജവീരന്മാരുടെയും 300-ൽ പരം കലാകാരന്മാരുടെയും 10ഓളം ക്ലബ്ബുകളുടെയും സഹകരണത്തോടെ സാംസ്കാരിക ഘോഷയാത്രയും നടക്കും. വിദേശത്ത് പോയവരും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ആവശ്യാർത്ഥം പോയവരും വിദ്യാർത്ഥികളും വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് കൂടുന്ന ഒരു സുന്ദര ദിനമാണ് കോട്ട് ഫെസ്റ്റ്. 15 വർഷം മുമ്പ് തുടങ്ങി വെച്ച കോട്ട് ഫെസ്റ്റ് ഇന്ന് കോട്ട് ദേശ കുടുംബ സംഘവുമായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അപൂർവ ദിനമായി മാറിയിരിക്കുന്നു. ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ നമ്മുടെ നാടൊന്നാകെ ആഘോഷിക്കുന്ന ഒരു മഹാ ഉത്സവം മാത്രമല്ല, ഒരു കൂട്ടായ്മ കൂടിയാണ്, ഒരു കുടുംബ സംഗമം കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തെ വീടുകളിലെല്ലാം ഇന്നും നാളെയും മറ്റന്നാളുമായി നമ്മുടെ എല്ലാ ബന്ധുക്കളും എത്തിച്ചേരുന്നു, നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേരുന്നു. ഇങ്ങനെ ഒരു നാടിന്റെ കൂട്ടായ്മ എത്രത്തോളം ഉന്നതിയിലെത്തി എന്നതിന് തെളിവ് കൂടിയാണ് നമ്മുടെ ഈ കോട്ട് ഫെസ്റ്റ്. കോട്ട് ഫെസ്റ്റ് എന്ന ഈ ഒരു പരിപാടിയെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ല എങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല എന്ന നിലയ്ക്ക് പറയുകയാണ്. നമ്മൾ ഏകദേശം 15 വർഷം മുമ്പ് തുടങ്ങി വെച്ച ഈ കോട്ട് ഫെസ്റ്റ് വളരെ ചെറിയൊരു പരിപാടിയോടുകൂടി തുടങ്ങിയ ഈ പരിപാടി ഇന്ന് കേരളത്തിലെന്നല്ല വിദേശ രാജ്യങ്ങളിലും മറ്റ് ജില്ലകളിലും വളരെയേറെ അറിയപ്പെടുന്ന ഒരു പരിപാടിയായി മാറിയിട്ടുണ്ട്. കോട്ട് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ആവേശമായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞെങ്കിലും നമ്മൾ എല്ലാവരും ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതിന്റെ ഫണ്ട് നിങ്ങൾ കണ്ടെത്തുന്നത് എന്ന്. ഒരാളുടെ അടുത്ത് നിന്ന് പോലും 1 രൂപ പോലും സംഭാവന വാങ്ങാതെ 250 രൂപയുടെ ഒരു കൂപ്പണിൽ ഏകദേശം 35ഓളം സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ് നമ്മൾ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്, ഈ പരിപാടിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്നാണ്. കോട്ട് ദേശത്തിന്റെ ഈ പരിപാടി വീക്ഷിക്കാൻ വന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. കോട്ട് ദേശത്തിന്റെ ഉത്സവം എന്ന് പറയുന്നത്, ഇവിടെ സ്വാഗത പ്രസംഗത്തിലൊക്കെ യൂസുഫ് സൂചിപ്പിച്ചതുപോലെ, പ്രിയപ്പെട്ട നമ്മുടെ ബാവാക്കി സമയമാകുമ്പോഴേക്ക് ഇതിൻ്റെ സംവിധാനവുമായി ഒരു തുടക്കം കുറിച്ച് അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി തൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി നടക്കുന്ന ഒരു സംവിധാനമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളൊക്കെ എൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു. അപ്പം ഈ പ്രാവശ്യം സാധാരണഗതിയിൽ നമ്മളെ കല്ലുങ്ങൾ നേർച്ച അതിൻ്റെ തലേ ദിവസമാണ് ഈ പരിപാടി ഉണ്ടാവാറ്. ഈ പ്രാവശ്യം നേർച്ച നോമ്പൊക്കെ ആയതുകൊണ്ട് നീട്ടിവെച്ചു എന്നും പറയുന്നുണ്ട്, ഇല്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ബാബ നീട്ടി വെക്കാനോ ഇല്ലായ്മ ചെയ്യാനോ തയ്യാറല്ല എന്നുള്ളതാണ്. അത് നമ്മളൊരു അഭിമാനമാണ്. സംഗതി സാമ്പത്തികമായ പ്രയാസങ്ങൾ, ഇവിടെ ടോക്കനും കാര്യമൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഇതിന് ആത്മാർത്ഥതയോടുകൂടി എൻ്റെ സുഹൃത്തുക്കള് വളരെ ആവേശത്തോടു കൂടി ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ വിവിധ പരിപാടികൾ നാളെയുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഏകദേശം 10-15 ഗജവീരന്മാരുടെ വിവിധ വാദ്യമേളകളോടുകൂടി വലിയൊരു ഘോഷയാത്ര സംഘടിപ്പിക്കാറുണ്ട്. അത് ഇത്തവണയും വലിയൊരു സംവിധാനമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. തീർച്ചയായും ഈ പരിപാടി കൂടുതൽ കാലത്തേക്ക് കോട്ട് ഫെസ്റ്റ് എന്നുള്ളത് കോട്ട് പ്രദേശത്തിന്റെ മാത്രം പരമായി പരിമിതപ്പെടുത്താതെ തിരൂരിന്റെ ഒരു നാട്ടുത്സവമായി മാറ്റിയെടുക്കാൻ ഇതിന്റെ സംഘാടകർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ മനുഷ്യരെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യരെ അകറ്റാതിരിക്കാൻ, മനുഷ്യരുടെ ഭിന്നിപ്പുകളില്ലാതിരിക്കാൻ, മനുഷ്യരൊറ്റക്കെട്ടായി ജാതി മത
വേറെ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ സംഭവമായി ഇനിയും ഉത്തരോത്തരം നമ്മുടെ ഈ കോട്ട് ഫെസ്റ്റ് മാറട്ടെ, വിജയിക്കട്ടെ. 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്തുകാരുടെ ഒരു കൂട്ടായ്മയായി കോട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉൾപ്പെടുകയും അതിലൂടെ വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അതുപോലെ ഇത്തരത്തിലുള്ള വർഷം തോറും കോട്ട് ഫെസ്റ്റ് എന്ന ആഘോഷ പരിപാടിയും സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് ജില്ലക്കകത്തും വിദേശത്തും ഒക്കെ തന്നെ വളരെ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ പരിപാടിയുമായി സഹകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ ഒരു പറ്റം ചെറുപ്പക്കാർ ഈ സമയം നോക്കി അവരുടെ ലീവുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് വിദേശത്തു നിന്ന് വരികയും ഈ കൂട്ടായ്മ വളരെ കെട്ടുറപ്പോടുകൂടി വിവിധങ്ങളായ സാംസ്കാരിക പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്ന് ഈ പ്രദേശത്തെ തിരൂരിലെ കോട്ട് പ്രദേശത്തെ തന്നെ ഒരു വലിയ ഒരു ആഘോഷമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സംഘാടകരെ പ്രശംസിക്കാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. ഞാൻ സത്യത്തിൽ നെട്ടിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു സൗകര്യം, ഈ സൗകര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് ഇത്രയും ജനങ്ങളെ കൂട്ടി ഇത്രയും വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി സഹായത്തോടുകൂടി ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിക്കാൻ കോട്ട് ഫെസ്റ്റിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞതിൽ വളരെ അഭിമാനത്തോടു കൂടി ഞാൻ അവരെ പ്രശംസിക്കുകയാണ്. 15 വർഷക്കാലമായിട്ട് തിരൂർ കോട്ടുദേശത്ത് പയ്യനങ്ങാടിയിലെ ഒരു പറ്റം യുവജനങ്ങളുടെയും മറ്റു നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം കേവലം ഒരു ആഘോഷത്തിൻ്റെയോ കേവലം ഒരു എൻജോയ്മെന്റ് പ്രോഗ്രാമിൻ്റെയോ ഭാഗമായിട്ട് മാത്രമല്ല, ഈ നാടിൻ്റെ മഹത്തായ പാരമ്പര്യത്തെയും ചരിത്രത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ കോട്ട് ഫെസ്റ്റ് ഇത്രയും വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അറബിക്കടലിന്റെ ഗഗനാഥം കേട്ടുകൊണ്ട് തിരൂർ പുഴയുടെ ഓളങ്ങളേറ്റുകൊണ്ട് പയ്യനങ്ങാടിയിൽ കോട്ട് ഫെസ്റ്റ് എന്ന ആ മഹോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മാമലക്കൽ കീർത്തുറത്ത് മലതപ്പടുത്ത് അങ്ങനെ കുട്ടികളെ, രക്ഷിതാക്കളെ, ഈ പരിപാടി ഇത്രയേറെ വിജയിപ്പിക്കാനെത്തിയ എല്ലാ മാന്യ വ്യക്തിത്വങ്ങൾക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ തിരൂരിൻ്റെ നഗരപിതാവ് കേടത്തിൽ ഇബ്രാഹിം ഹാജി, മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു ഒരു ചെറുതാരകം. മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ രാവിൽ അടർന്നു വീണു. നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ, നേരം വെളുത്തിട്ടും മേലോട്ട് പോകാതെ നക്ഷത്രമാവിടെ തപസ്സിരുന്നു. നക്ഷത്രമാവിടെ തപസ്സിരുന്നു. സുനായനേ സുമുഖി സുമവദനേ സഖി സുന
സുനയനേ സുമുഖി സുമവദനേ സഖി. പാൻ മീഡിയ ന്യൂസ് തിരൂർ.